എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. കേരള PSCയുടെ ഏറ്റവും പുതിയ ചോദ്യങ്ങൾ. ഇന്ന് നമ്മൾ 15 പ്രധാനപ്പെട്ട PYQ ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. നിങ്ങളുടെ സ്കോർ എത്രയാണെന്ന് നോക്കാം. ഇത് ഏറ്റവും പുതിയതായി നടന്ന സിവിൽ എക്സൈസ് ഓഫീസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് ആദ്യ ചോദ്യത്തിലേക്ക് കടക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായതാണ്. വാസ്കോഡ ഗാമ ആദ്യമായി മലബാർ തീരത്ത് എത്തിച്ചേർന്ന വർഷം 1498 ആയിരുന്നു. പോർച്ചുഗീസുകാർ കുഞ്ഞാലി മരക്കാർ നാലാമനെ തൂക്കിലേറ്റിയ വർഷം 1599 ആണ്. 1604 ഡച്ചുകാർ കോഴിക്കോട് എത്തിച്ചേർന്നത്. ഇന്ത്യയിൽ ഡച്ച് മേൽക്കോയ്മ അവസാനിപ്പിച്ച യുദ്ധമാണ് 1741 കുളച്ചൽ യുദ്ധം. നമ്മൾ ചോദിച്ചിട്ടുള്ളത് ഏതാണ്? തെറ്റായതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ഇതിൽ തെറ്റ്? ഓപ്ഷൻ ബി ആണല്ലേ. ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ളത്. അതായത് ബി, സ്റ്റേറ്റ്മെൻറ്റ് ബി. എന്തുകൊണ്ടാണ്? കുഞ്ഞാലി മരക്കാർ നാലാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ കൊണ്ടുപോയി വധിക്കുന്നത് 1600 1600 ബാക്കി എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഇത് നമ്മുടെ 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റിലൊക്കെ ഉള്ളതാണ് കേട്ടോ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. ശരിയായ 2 പ്രസ്താവനകൾ അടങ്ങുന്ന ഓപ്ഷൻ കണ്ടെത്തുക. 2 പ്രസ്താവന ശരിയായിട്ടുള്ളത്. മലയാളത്തിൽ ആദ്യമായി അച്ചടിച്ച സംക്ഷേപ വേദാർത്ഥം പ്രകാശനം ചെയ്ത വർഷം 1772 ഹെർമൻ ഗുണ്ടറ്റ് 1845 പ്രസിദ്ധീകരിച്ച മലയാളം പത്രങ്ങളാണ് രാജ്യസമാചാരം, പശ്ചിമോദയം എന്നിവ. ചർച്ച് മിഷൻ സൊസൈറ്റി 1812 കോട്ടയത്തൊരു കോളേജും സെമിനാരിയും സ്ഥാപിച്ചു. ബേസിൽ ഇവാഞ്ചലിക്കൽ മിഷൻ കണ്ണൂരിലെ ബർണശ്ശേരിയിൽ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ച വർഷം 1841. ശരിയായിട്ടുള്ള ഓപ്ഷനാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഓപ്ഷൻ ഡി. അതായത് എയും ഡിയും ശരിയാണ്. എയും ശരിയാണ്, ഡിയും ശരിയാണ്. സംക്ഷേപ വേദാർത്ഥം എന്ന് പറയുന്നത് 1772 റോമിൽ അച്ചടിച്ചു. പിന്നെയോ ബേസിൽ മിഷൻ ഇംഗ്ലീഷ് സ്കൂളാണ് 1841 ബർണശ്ശേരിയിൽ സ്ഥാപിച്ചത്. എന്നാൽ നമ്മുടെ പ്രസ്താവന ബിയിൽ എന്താണ് പറയുന്നത്? പത്രങ്ങൾ ഗുണ്ടറ്റ് ആരംഭിക്കുന്നത് 1847. ഇവിടെ 45 എന്നാണ് കൊടുത്തിട്ടുള്ളത്, 47. ദെൻ CMS സെമിനാരി വന്നത് എന്നാണ്? അത് 1812 15. അതും തെറ്റാണ്. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ കാണിച്ച സംഭവങ്ങളെ കാലഗണന അനുസരിച്ച് ക്രമീകരിക്കുക. 4 നമുക്ക് നോക്കാം. ബോംബെ, ഡെക്കാൻ മേഖലകളിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായി നികുതി പരിഷ്കാരം നടപ്പിലാക്കുന്നു. ബ്രിട്ടീഷ് പാർലമെൻറ്റ് റെഗുലേറ്റിംഗ് ആക്ട് നടപ്പിലാക്കുന്നു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബംഗാളിൽ സ്ഥിര നികുതി സമ്പ്രദായം നടപ്പിലാക്കുന്നു. സാന്താളുകളുടെ കലാപം പൊട്ടിപ്പുറപ്പെടുന്നു. ഇപ്പോൾ ഓരോന്നിൻ്റെ വർഷം നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. ആദ്യം വരുന്നത് ഇതിലേതാണ്? റെഗുലേറ്റിംഗ് ആക്ട് ആണല്ലേ. നമുക്ക് ആദ്യം ഓരോന്നല്ലെങ്കിൽ ഏതാണെന്ന് പറയാം. ഏതാണ്? ബോംബെ, ഡെക്കാൻ മേഖലകളിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായി നികുതി പരിഷ്കാരം നടത്തുന്നത് 1818 1820 കാലത്തിൽ. ഇനി ബ്രിട്ടീഷ് പാർലമെൻറ്റ് റെഗുലേറ്റിംഗ് ആക്ട് പാസ്സാക്കുന്നത് എന്നാണ്? അത് 1773 ഇനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബംഗാളിൽ സ്ഥിര നികുതി സമ്പ്രദായം ഏർപ്പെടുത്തുന്നത്, സ്ഥിര നികുതി 1793 സാന്താൾ കലാപമോ? അത് 1855 56 അല്ലേ. അപ്പോൾ ഇതിൽ കറക്റ്റ് എങ്ങനെ വരും? ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ബി, സി, എ, ഡി അങ്ങനെയാണ് കാലഗണന ക്രമത്തിൽ വരുന്നത്. 4ാമത്തെ ചോദ്യം. താഴെ തന്നവയിൽ നിന്നും ശരിയായ 2 പ്രസ്താവനകളുള്ള ഓപ്ഷൻ കണ്ടെത്തുക. 1892 മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിലേക്ക് യാത്ര തിരിച്ചത്. ദക്ഷിണാഫ്രിക്കൻ ജീവിതം അവസാനിപ്പിച്ച് മഹാത്മാഗാന്ധി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് 1915 ജനുവരി 9 1915 ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന മഹാത്മാഗാന്ധി ആദ്യമായി പങ്കെടുത്ത പൊതുപരിപാടി 1915 ഫെബ്രുവരിയിൽ നടന്ന ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടന ചടങ്ങായിരുന്നു. ഗാന്ധിജിയുടെ
ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ സമരം 1917 ചമ്പാരൻ സത്യാഗ്രഹമായിരുന്നു. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ശരിയായിട്ടുള്ളതാണ്. ഈ ടെക്സ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചതാണല്ലേ. സ്വാതന്ത്ര്യ സമരവും പ്രസ്ഥാനങ്ങളും എന്ന ഒരു 10ാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ ഇന്ത്യൻ ഹിസ്റ്ററിയായി റിലേറ്റ് ചെയ്ത് ഈ 4 കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയി പഠിച്ചതായിരുന്നു. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഏതൊക്കെയാണ്? ബി ശരിയാണ്, ഡിയും ശരിയാണ് അല്ലേ. ഇനി എയിൽ എന്താണ് തെറ്റ് വരുന്നത്? 1893 1892 93 അദ്ദേഹം ഇവിടെ ദക്ഷിണാഫ്രിക്കയ്ക്ക് പോയത്. ഇനി ആദ്യ പൊതുപരിപാടി ഏതായിരുന്നു? അത് 1916 ബനാറസിൽ തന്നെയാണ്, പക്ഷേ 16 അല്ലേ. നമ്മൾ എടുത്ത് പറഞ്ഞതാണ്, ടെക്സ്റ്റിൽ ഉണ്ട് എന്ന് പറഞ്ഞൊരു ബോക്സിൽ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇത് രണ്ടും തെറ്റാണ്. ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ബിയും ഡിയും ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ ഏത് വരും? ഓപ്ഷൻ സി ആണ് വരുന്നത്. അപ്പോൾ ഈ ക്ലാസ്സുകൾ നമ്മുടെ SCERT ടോപ്പിക് വൈസ് ക്ലാസ്സാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. 5 മുതൽ 10 വരെയുള്ളതാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. അതിൻ്റെ റിവിഷൻ എക്സാം എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും, പിന്നെ ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് വൈകുന്നേരം 7 മണിക്കും, പിന്നെ ഷോർട്സ് ഈ നമ്മൾ പറയുന്ന കാര്യങ്ങൾ തന്നെ കുറച്ചും കൂടി വിഷ്വലൈസേഷൻ എന്ന രീതിയിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നത് 8 മണിക്കുമാണ്. അപ്പോൾ അങ്ങനെയുള്ള ക്ലാസ്സുകൾ എല്ലാവരും കാണുക. ഇന്ത്യൻ ഹിസ്റ്ററി നമ്മളിപ്പോൾ 10 വരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ജോഗ്രഫിയിലേക്കാണ് കടക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായത് 1922 1935-36 കാലഘട്ടത്തിലാണ് മാവോയുടെ നേതൃത്വത്തിൽ ലോങ് മാർച്ച് സംഘടിപ്പിക്കപ്പെട്ടത്. മാവോയുടെ നേതൃത്വത്തിൽ ജനകീയ റിപ്പബ്ലിക് 1946 സ്ഥാപിതമായി. മാവോ 1975 അന്തരിച്ചത്. നമ്മുടെ ചോദ്യം എന്താണ്? ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിലൊരു കാര്യമുണ്ട്. നമ്മുടെ PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം ഓപ്ഷൻ സി ആണ് PSC നൽകിയിട്ടുള്ളത്. ഇവിടെ നോക്കി, ഓപ്ഷൻ സി ആണ് ശരി. അതായത് മാവോയുടെ നേതൃത്വത്തിൽ ജനകീയ റിപ്പബ്ലിക് ഓഫ് ചൈന നിലവിൽ വന്നത് ശരിക്കും പറഞ്ഞാൽ 1949 ഒക്ടോബർ 1 അല്ലാതെ 46 ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിരിക്കാം. ഇനി ഓപ്ഷൻ ബി നോക്കൂ. ഓപ്ഷൻ ബി കറക്റ്റ് ആയിരിക്കാം. കാരണം എന്താണ്? അല്ലെങ്കിൽ ഇത് ഡിലീറ്റ് ചെയ്തിരിക്കാം. കാരണം മാവോയുടെ നേതൃത്വത്തിൽ നടന്ന ലോങ് മാർച്ച് 1934 ഒക്ടോബറിൽ തുടങ്ങി 35 ഒക്ടോബറിലാണ് പൂർണ്ണമായും അല്ലെങ്കിൽ പ്രധാനമായും അവസാനിക്കുന്നത്. ഇത് ചില രാഷ്ട്രീയ അല്ലെങ്കിൽ അന്താരാഷ്ട്ര ചരിത്ര രേഖകളിലൊക്കെ ഇത് 35-36 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്ത ചോദ്യം. താഴെ തന്ന പേരുകളിൽ നിന്നും 2025 ഊർജ്ജതന്ത്രത്തിന് നോബൽ പുരസ്കാരം നേടിയ വ്യക്തിയെ കണ്ടെത്തുക. ഊർജ്ജതന്ത്രമായിട്ട് റിലേറ്റ് ചെയ്തത് ആരാണ്? ജോൺ എം മാർട്ടൻസ് ആണ്. ഓപ്ഷൻ ബി, ജോൺ എം മാർട്ടൻസ്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ കേരളത്തിൽ കൂടി കടന്നു പോകാത്ത ദേശീയപാത ഏതാണ്? കേരളത്തിൽ കൂടി കടന്നു പോകാത്തതാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഏതാണ് വരുന്നത്? 4 ഓപ്ഷനുണ്ട്. ഏതാണ്? 130C ആണ് കേട്ടോ വരുന്നത്. 130C ആണ് കടന്നു പോകാത്തത്. അത് ഛത്തീസ്ഗഡ്, ഒഡീഷ സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇനി 966B നമുക്കറിയാലോ, എപ്പോഴും ചോദിക്കുന്നതായിരുന്നു. കുണ്ടന്നൂർ, വെല്ലിംഗ്ടൺ ഐലൻഡ് അല്ലേ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയപാതകളിൽ ഒന്നാണിത്, 966B. ഇനി 183A എന്ന് പറയുന്നത് അതൊക്കെ ഏതാണ്? കോഴിക്കോട്, ഊട്ടി അല്ലേ, അതാണ്. 8ാമത്തെ ചോദ്യം. നദീ സമതലങ്ങളിൽ നിന്നും എത്ര മീറ്റർ മുതൽ എത്ര മീറ്റർ വരെയാണ് ഉപദ്വീപീയ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്? നദീ സമതലങ്ങളിൽ നിന്നും എത്രയാണ്? ഓപ്ഷൻ സി ആണ് 150 മീറ്റർ മുതൽ 600 900 മീറ്റർ വരെയാണ് ആ ഉയരമുള്ള ത്രികോണാകൃതിയിലുള്ള ഭൂവിഭാഗമാണ് ഇന്ത്യയിലെ ഉപദ്വീപീയ പീഠഭൂമി. ചെറിയ നദികളും വൃഷ്ടിപ്രദേശങ്ങൾ ഡാഷ് എന്നറിയപ്പെടുന്നു. എന്താണ്? ചെറിയ നദികളും തോടുകളും ചേരുന്ന ചെറിയ വൃഷ്ടിപ്രദേശങ്ങളെ ഭൂമിശാസ്ത്രപരമായി നമ്മൾ നീർത്തടങ്ങൾ എന്നാണ് വിളിക്കുന്നത് അല്ലേ. നീർത്തടങ്ങൾ അഥവാ വാട്ടർ ഷെഡ്സ്. ഇനി നദീതടം എന്ന് വെച്ചാൽ വലിയ നദികളുടേതാണ് കേട്ടോ നദിയുടെ തടം എന്ന് അറിയപ്പെടുന്നത്. താഴെ നൽകിയിരിക്കുന്നവയിൽ വിവിധ ഇനം വരൾച്ചകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക.
ഓക്കെ, ഓരോ പ്രദേശത്തും ഓരോ കാലത്തും ലഭിക്കേണ്ട മഴയുടെ അളവ് ദീർഘകാലങ്ങളിൽ കുറയുന്ന സാഹചര്യമാണ് കാലാവസ്ഥാപര വളർച്ച. ഇനി വിളകൾക്ക് വളരാൻ ആവശ്യമായ മണ്ണിൻ്റെ ഈർപ്പത്തിലെ കുറവിനെയാണ് കാർഷിക വരൾച്ച എന്ന് അറിയപ്പെടുന്നത്. വിവിധ സംഭരണികളിലും ജലവൃത്തികളിലും അക്വിഫയേഴ്സ്, തടാകങ്ങൾ, അണക്കെട്ടുകൾ തുടങ്ങിയവയിലും വർഷണത്തിന് പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതിലും താഴേക്ക് ജലലഭ്യത കുറയുന്നതാണ് ജലപീഠ ശോഷണ വളർച്ച എന്നറിയപ്പെടുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? അതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഷോർട്സ് ആയിട്ട് ഇടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി വിഷ്വലൈസ് ചെയ്തത് പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മുടെ 10ാം ക്ലാസ് ജോഗ്രഫിയിലുള്ളതാണിത്. ഒന്നും കൂടി നോക്കി എന്താണ് ഇവിടുന്ന്. അതായത് വരൾച്ചയുടെ വിവിധ അവസ്ഥകളെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ ദീർഘകാല മഴക്കുറവ് കാലാവസ്ഥാ വരൾച്ച, മണ്ണിൻ്റെ ഈർപ്പക്കുറവ് കാർഷിക വരൾച്ച, ജലസംഭരണികളിലെ കുറവാണെങ്കിൽ ഹൈഡ്രോളജിക്കൽ അല്ലെങ്കിൽ ജലപീഠ വരൾച്ച. ഭൂമിശാസ്ത്രത്തിൽ മേഖലാ സമീപനത്തിന് ഉപജ്ഞാതാവ് ആരാണ്? മേഖലാ സമീപനം അത് കൊണ്ടുവന്നത് പ്രശസ്ത ജർമ്മൻ ഭൂമിശാസ്ത്രജ്ഞനായ കാർൾ റിട്ടറാണ് കേട്ടോ. കാർൾ റിട്ടറാണ്. +1 ഹയർ സെക്കൻഡറി ബുക്കിൽ നിന്നുള്ളതാണ് കേട്ടോ അത്. ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷ ഊഷ്മാവ് കൂടി വരുന്ന അവസ്ഥയെ എന്ത് വിളിക്കുന്നു? എന്താണ് വിളിക്കുന്നത്? താപവിപര്യം. താപവിപര്യം. ഇത് പൊതുവെ ഉയരം കൂടുന്തോറും അന്തരീക്ഷ താപനില കുറയുകയാണ്. എന്നാൽ അതിന് വിപരീതമായി ഉയരം കൂടുമ്പോൾ താപനില കൂടുന്ന പ്രതിഭാസത്തെയാണ് ഇൻവേർഷൻ ഓഫ് ടെമ്പറേച്ചർ താപവിപര്യം എന്ന് വിളിക്കുന്നത്. ഇനി ചേരുംപടി ചേർക്കുകയാണ്. ദശവർഷ പദ്ധതി, ഗാന്ധിയൻ പ്ലാൻ, ദേശീയ ആസൂത്രണ കമ്മിറ്റി, ബോംബെ പ്ലാൻ. റൈറ്റ് സൈഡിൽ SN അഗർവാൾ, JRD ടാറ്റ, ജവഹർലാൽ നെഹ്റു, M വിശ്വേശ്വരയ്യ. കറക്റ്റായിട്ട് ഏത് വരും? ഓപ്ഷൻ സി വരും ഇല്ലേ? എന്തുകൊണ്ടാണ്? ശരിയായിട്ട് എങ്ങനെ വരും നോക്കി. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രണ രേഖ അല്ലേ, അതാണ് ദശവർഷ പദ്ധതി. M വിശ്വേശ്വരയ്യാണ്. 1 D ആണ് വരുന്നത്. ഇനി ഗാന്ധിയൻ പ്ലാനോ? ശ്രീമാൻ നാരായൺ അഗർവാൾ, SN അഗർവാൾ, നാരായൺ അഗർവാൾ. ഇനി ദേശീയ ആസൂത്രണ കമ്മിറ്റി ജവഹർലാൽ നെഹ്റുവാണ്. ബോംബെ പ്ലാൻ എന്ന് പറയുന്നതോ JRD ടാറ്റ അല്ലേ, 1944. ലോകത്തിലെ ഏറ്റവും വലിയ ഇരുമ്പ് ഖനിയായ കാരജാസ് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ബ്രസീലാണ് കേട്ടോ. ഏതാണ്? ബ്രസീൽ. ഇത് നമ്മുടെ ടെക്സ്റ്റിൽ തന്നെയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഏറ്റവും വലിയ ഓപ്പൺ കാസ്റ്റ് ഇരുമ്പ് ഖനിയായ കാരജാസ് തെക്കേ അമേരിക്കൻ രാജ്യമായ ബ്രസീലിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്നത്തെ ലാസ്റ്റ് ചോദ്യം നോക്കി. താഴെ നൽകിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ സ്ഥാപനത്തിൻ്റെ പേര് കണ്ടെത്തുക. 1982 നിലവിൽ വന്നു. കാർഷിക മേഖലാ വികസനം, ഗ്രാമീണ മേഖലാ വികസനം, ഗ്രാമീണ വായ്പയുടെ ഒരു ഉന്നത സ്ഥാപനം. ഏതാണ്? നബാർഡാണ് അല്ലേ. ഓപ്ഷൻ സി നബാർഡാണ്. ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം 1982 ജൂലൈ 12 കാർഷിക ഗ്രാമീണ വികസനത്തിനായിട്ടുള്ള നാഷണൽ ബാങ്ക് അല്ലേ, നബാർഡ് നിലവിൽ വന്നത്. ഇത് നമ്മുടെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റിലുള്ളതാണ്. ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും എന്ന് പറയുന്ന ചാപ്റ്ററിലും ഉള്ളതാണ്. അപ്പം എല്ലാവർക്കും ഈ ക്ലാസ് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഇനി വരുന്ന പരീക്ഷകളിലും ഇത്തരം ചോദ്യങ്ങളും പ്രതീക്ഷിക്കാം അല്ലേ. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് അങ്ങോട്ട് മറിച്ചും തിരിച്ചൊക്കെ വരുന്നത്. അപ്പോൾ SCRTയും NCRT നല്ല രീതിയിൽ നമുക്ക് പഠിക്കാം. അതിൻ്റെ കൂടെ ഇംഗ്ലീഷ്, മലയാളം, മാത്സും നന്നായി പഠിച്ചെടുക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഇറ്റ്സ് മീ ആതിര സൈനിങ് ഓഫ്.